ഞാൻ ഒരു ചെറിയൊരു ഷൂട്ടിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും എല്ലാം ആണ് നമ്മുടെ പുറകിലുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൽ നായികാവേഷം ചെയ്യുന്നത് നമ്മുടെ മോളൂട്ടിയാണ്. നമ്മളോടുള്ള രണ്ടാമത്തെ വർക്കാണ്. മക്കളെ ഒന്ന് പരിചയപ്പെടുക. എൻ്റെ പേര് മനസിജ. എൻ്റെ സ്ഥലം വെഞ്ഞാറമൂടാണ്. മനസിജ ഇപ്പോൾ ശരിക്ക് ഷോർട്ട് ഫിലിമിൽ വെബ് സീരീസൊക്കെ അഭിനയിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കുട്ടിയാണ്. അതുപോലെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, മിടുക്കിയാണ്. അപ്പോൾ എൻ്റെ ഈ ഷോർട്ട് ഫിലിമിൽ നല്ലൊരു വേഷം തന്നെയാണ്. നായികാ വേഷം എന്ന് പറഞ്ഞാൽ തകർത്ത് അഭിനയിച്ച ഒരു വേഷം തന്നെയാണ്. വ്യത്യസ്തമായ ഒരു അഭിനയമാണ് മോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരാളാണ് ഇതിനകത്ത് അമ്മ വേഷം ചെയ്ത, അതായത് ഈ മകളെ എടുത്ത് വളർത്തുന്ന ഒരു അമ്മയാണ്. അമ്മയുടെ പേരെന്താ അമ്മ? പറയും. രത്നമ്മയാണ്. വെഞ്ഞാറമൂടാണ്. അമ്മ കള്ളമില്ലാതൊക്കെ പറയുക. പിന്നെ അതുപോലെ തന്നെ ഒന്നാം പ്രതി എന്ന ഷോർട്ട് ഫിലിമിന് ശേഷം രണ്ടാമത്തെ എൻ്റെ കൂടെ ചെയ്യുന്ന വർക്കാണിത്. നല്ല രീതിയിൽ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇത് നമ്മുടെ പാറുവാണ്. പാറു ഇതിൽ നമ്മുടെ മോളുടെ അമ്മയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഒന്ന് തള്ളിവിട്. ഇവിടെ സുരേന്ദ്രൻ ചേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരുപാട് ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തു. ഇപ്പോഴെന്ന് വെച്ചാൽ ഈ മീനൂട്ടിയുടെ അമ്മയായിട്ട് കിട്ടിയ ഒരു കഥാപാത്രം എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അംജിത് ഖാൻ നെടുമങ്ങാട്. എൻ്റെ തുടക്കകാലം മുതൽ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ക്യാമറ വർക്കായാലും ഡയറക്ഷനായാലും എല്ലാം ചെയ്യുന്നത് അംജിത്താണ്. അംജിത്തെ ഇതിൽ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, എല്ലാ വീഡിയോയിലും ഞാനുണ്ട്. സുരേഷ് ചേട്ടൻ എല്ലാ വീഡിയോയിലും ഞാൻ തന്നെയാണ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നല്ലൊരു വർക്കാണ്, വെറൈറ്റി സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു മാസത്തിന് മുമ്പ് അപ്ലോഡ് ചെയ്ത അപ്പൂപ്പൻ്റെ കൊച്ചുമോൾ എന്ന ഷോർട്ട് ഫിലിം നല്ല വിജയകരമായി തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓടുന്നുണ്ട്. ഇപ്പോൾ ഒരു 115K ആൾക്കാർ കണ്ടു. അതിന് നൽകിയ സപ്പോർട്ടും സഹകരണം ഏറ്റവും വലുത് തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇതിനകത്ത് നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. പേരെന്താണ്? ശ്രീകുമാർ കണ്ണൂർ. ശ്രീകുമാർ കണ്ണൂരിൽ നിന്നാണ് എൻ്റെ ഈ ഒരു ചെറിയ വർക്കിന് വേണ്ടിയിട്ട് ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്നത്. ഇദ്ദേഹം ഒട്ടനവധി ഷോർട്ട് ഫിലിമിലും സീരിയലിലൊക്കെ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ ഇനി അടുത്ത വർക്ക് ഏതെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ പിന്നെ ശ്രീഭാരതി കളരി പഠിച്ചതും പിന്നെ നടനാല ക്ഷേത്രത്തിൻ്റെ നാടകത്തിൽ അഭിനയിക്കുന്നത്. നാടക ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം തികഞ്ഞ നല്ലൊരു കലാകാരനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി ഷോർട്ട് ഫിലിമിലും ഒക്കെ സിനിമയിലും ഇപ്പോൾ ഓഡീഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്താ പറയുന്നത്, നല്ലൊരു കഴിവുള്ള ഒരു താടി വരെയാണ്. എൻ്റെ പേര് കൊല്ലം ആസാദ്. സുരേന്ദ്രൻ ചേട്ടൻ്റെ യൂട്യൂബ് പടത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വരയ്ക്കാൻ വരുന്നത്. സുരേന്ദ്രൻ ചേട്ടന് എല്ലാ ഭാവങ്ങളും നേരുന്നു. പിന്നെ എൻ്റെ ഒരു പടം അടുത്ത മാസം റിലീസാവുകയാണ്. ഗോകുലൻ ചേട്ടൻ്റെ കത്തനാർ എന്ന പടം. അതിൽ ഞാനൊരു രാജഗുരുവായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്. എല്ലാവരും ആ പടവും. കത്തനാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കത്തനാറിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടില്ലേ? കത്തനാറിൽ ചെറിയൊരു വേഷം ചെയ്ത ഒരാളാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പരസ്പരം അറിയുന്നത്. അപ്പോൾ അതുപോലെ നല്ല കഴിവുള്ള, ഇതിനകത്ത് നല്ല വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ നല്ല കഴിവുള്ള ഒരു കലാകാരന്മാരെ തന്നെയാണ് ഞങ്ങൾ ഈ ടീമിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത എനിക്ക് പരിചയപ്പെടുത്താനുള്ള ഒരാളുണ്ട്, ബാക്കിൽ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊച്ചിൻ്റെ മോനെ പരിചയപ്പെടുത്തി. അപ്പോൾ ഇത് പ്രശാന്ത്, നമ്മുടെ ഒന്നാം പ്രതി എന്ന ഷോർട്ട് ഫിലിമിൽ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിച്ച വ്യക്തിയാണ്. പറയൂ, നമ്മുടെ ഈ വർക്കിൻ്റെ ഇത് രണ്ടാമത്തെ വർക്കാണ്. അപ്പോൾ വലിയ വ്യത്യസ്തമായ കഥകളും കഥാപാത്രങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ലൊക്കേഷനും ഒക്കെ വളരെ സന്തോഷകരവും നല്ല രസകരവുമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വ്യത്യസ്തമായ ഒരു കഥയായിരുന്നു. എന്തായാലും ശ്രീകണ്ഠൻ ചേട്ടന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, നമ്മുടെ ടീമിനും. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിവിൻ്റെ പരമാവധി വ്യത്യസ്തമായ കഥകളും ഇതുപോലെയുള്ള കൊച്ചു കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാകുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഈ പൊന്നുമോള് അടിപൊളിയായിട്ട് തകർത്ത് അഭിനയിച്ചു. അതിനകത്ത് എനിക്ക് ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്നത് എല്ലാം ഒറ്റ ഷോട്ടിലെടുക്കേണ്ട സാധിച്ചു. അത് എൻ്റെ ഈ മിടുക്കിയുടെ ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.